Head north on National Highway 66. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. റാപ്പിഡോ അടിച്ചാണ്. സ്ഥലം അവിടെ നോക്കിയില്ല. റാപ്പിഡോൻ്റെ പുറകെ യൂബർ അടിച്ച് റാപ്പിഡോ എടുത്ത് പോയില്ലേ മഞ്ഞ്. In 600 meters, turn left. 600 മീറ്റർ ടേണിൽ ക്ലാസ്സുമ്മ കോട പിടിക്കാനുള്ള ഇതാണ് കോട്ടിലിക്കാവ് ക്ഷേത്രം. Take the next left. റാപ്പിഡോ ക്യാപ്റ്റനെ കാണാൻ യൂബർ ഓഫ് ചെയ്യേണ്ടി വരുമല്ലോ. യൂബർ ഓഫ് ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ In 300 meters, turn right. 300 മീറ്റർ ടേൺ റൈറ്റ്. ഇത് കോട്ടിലിക്കാവിൻ്റെ പുറകുവശം തന്നെയാണ്. ഇവിടെ ഒരു കാവാന്ന് റൈറ്റ് സൈഡിലേക്ക് സർപ്പക്കാവുണ്ട്. അമ്പലത്തിൻ്റെ തന്നെ ഞാൻ യൂബറിൻ്റെ മാത്രം വീഡിയോ പറഞ്ഞിട്ടുണ്ട്, യൂട്യൂബ് ചാനൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇപ്പൊ ക്യാമറ വർക്ക് ആക്കിയിരിക്കുന്നത് ആ കോടയെന്നും പറഞ്ഞിട്ട് ഇവിടത്തെ കോട അതിപ്പോ കുറച്ച് പേര് ഇട്ടിട്ടുണ്ട്. മൂന്നാറിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. കോട കാണണമെങ്കിൽ നേരെ ഏലൂർക്ക് വന്നിച്ചു മതി. ഇത് കണ്ടില്ല, അങ്ങനൊക്കെ മൂടിക്കിടക്കന്. പക്ഷെ ഇത് ശ്വാസകോശ രോഗങ്ങൾ വരും. എന്താ അതൊക്കെ പിള്ളേർക്കൊക്കെയാണ് ഈ പണിയിട്ടുണ്ടായി. പിന്നെ ഇവിടെ ഉള്ള പ്രായമുള്ള ആൾക്കാർക്കൊക്കെ പിന്നെ ശീലമായി ശ്വസിച്ച് രാത്രിയൊക്കെ. ഞാൻ രാത്രി 12 മണി 1 മണിക്കൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇതുപോലെ പുക കിടക്കണ്ടാവും. ഞാനപ്പോൾ ഇങ്ങനെ ആലോചിച്ച് അങ്ങനെ ചെല്ലുമ്പേ എല്ലാവരും ഫാനിട്ട് കിടന്ന് നല്ല ഉറക്കും. ഞാനാണ് ഈ എയർഹോളിൽ കൂടി ഇത് വലിച്ച് ഇത് ശ്വസിച്ചിട്ടുള്ള എല്ലാവരും കിടന്ന് ഉറങ്ങണേ. അതിൻ്റെ ഏരിയാണത്. കാണാൻ ഭംഗിയുണ്ട്. ഇതിലെങ്ങനെ ഗ്ലാസ് തുറന്നിട്ടായാലും ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഭയങ്കര ഇതായിരിക്കും. ല്ലേ ആ ഓക്കെ കയറിണ്ട്. ശരി അങ്ങനെ. ഇൻഫോ പാർക്കിൻ്റെ അകത്തേനെ ഒതുക്കിയിട്ടേക്ക്. ഇനി 5 മിനിറ്റ് ഓഫ് ചെയ്തിട്ടെ. രാവിലെ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഓഫ് ചെയ്തിട്ടില്ല. ഓ യൂബർ ട്രിപ്പ് അടിച്ചല്ലോ. അമൃത 2 കിലോമീറ്റർ ഉണ്ട്. യൂബർ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് അമൃത നഗറിലേക്ക് ഇവിടെ തന്നെ. അയ്യോ ഇപ്പൊ വന്ന വണ്ടി വലിയ വണ്ടിയാണ്. ആ ഇത് വെള്ളപ്പൊക്കം.
ആകെയുള്ള ഷോർട്ട് കട്ടാണ്. ഷോർട്ട് കട്ടിൽ വെള്ളപ്പൊക്കം. മഴയാണ് പെയ്തുള്ളൂ, അപ്പം തന്നെ വെള്ളം തുടങ്ങിയ. എന്താ പാടത്തുകൂടിയൊക്കെ പോണേ. പിന്നെ ഫാറ്റി ലിവർ, പിന്നെ വൈറ്റമിൻ B12 അങ്ങനത്തെ സൈക്കിൾ നല്ലീല്ലോ മോളിൽ പോയി വെറുതെ താഴോട്ട് വണ്ടി ഇറങ്ങി കിടക്കാനാണ്. ഇങ്ങാട് വണ്ടി ഇറങ്ങി കിടക്കുമ്പില്ലേ ആ വളവിലൊക്കെ ഇല്ലേ, ആ വളവില് വണ്ടി ഇറങ്ങി കയറൂല വണ്ടിയാണ്. ഗ്യാപ്പ് കിട്ടില്ല ആണ്. ഇങ്ങാട് വണ്ടി ഇറങ്ങി കിടക്കാൻ പാടില്ല. ഇറങ്ങി കിടന്നോ ഗ്യാപ്പ് കുറയും. വലിയ വണ്ടി ആ ഒടിവില് കുറയും. അല്ല ഇവിടെ സിഗ്നല് വീണേക്കണ ഇപ്പൊ ഇമാര് ഇറങ്ങി ഓണടിച്ചിട്ട് കണ്ട അത് നോക്കി അതിങ്ങനെ ഉണ്ടാവാറില്ല, വളരെ അപൂർവം ഉണ്ടാവാറുള്ളൂ. നോക്കി തിരക്കോക്കി. ഇതെന്താ അറിയാമോ, എല്ലാരും ഇതില് പോണത്. അപ്പുറത്തെ റോഡ് കൊള്ളൂല, ചാടി ചാടി പോണം. വണ്ടിയോടെ തട്ടി ഇതെല്ലാരും തന്നെ ഇത് സംഭവമാണ്. ആ റോഡ് കൊള്ളൂലാത്തോണ്ട് എല്ലാരും എന്ത് ചെയ്യുന്ന അറിയാമോ, ഈ ചേരാനുള്ളിൽ തുടങ്ങി സൈഡ് റോഡ് പിടിക്കും. അല്ല റോഡ് വട്ടം വെച്ചിട്ടാണ് ഇവർക്ക് ബോധമില്ല. കൊച്ചിനെ പിള്ളേരെയൊക്കെ വെച്ച് സ്കൂളിൽ പോകേണ്ട തിരക്കിലാണ് അത്. റോഡ് വട്ടം വെച്ചിട്ടാണ്. ഇത് എല്ലാരും ഇങ്ങാട് കയറ്റി വെച്ചേക്കിന്. എന്താണത് റോഡിന്റെ നടക്കുന്നതാണ് വാങ്ങുന്നത്. ഇത് CNG അടിക്കാറായിട്ടുണ്ട്. ചായ കുടിച്ചിട്ട് നേരെ അമൃതേക്ക് കയറി. റെയിൽവേ സ്റ്റേഷൻ അടിക്കണ്ടല്ലോ. ചേരാനല്ലോ റാപ്പിഡോ. റെയിൽവേ സ്റ്റേഷൻ ട്രിപ്പായിട്ടുണ്ട്. ഓട്ടോക്കാരൊക്കെ ഭയങ്കര ശല്യമാണ്. പറന്ന हमको मत बोलेगा, हमको फोन खुद करेगा। हम बोलेगा कभी हम वो पहले बोल इधर रूट किधर Continue on Cheranalar Road for 1 kilometer. എടാ ഏത് റെയിൽവേ സ്റ്റേഷനാണ്? സൗത്താ?
യൂബർ ഓടി ഓടി ഏകദേശം ഉച്ച ടൈമായി. ഈ സീപോർട്ട് എയർപോർട്ടിൽ ഒരു കഞ്ഞിക്കടയുണ്ട്, അവിടെ കയറി കഞ്ഞി കുടിച്ച്. അവിടെ നല്ല ആ കോപ്പയിൽ കഞ്ഞി കിട്ടും. കഞ്ഞി, മോര്, പയർ, പപ്പടം, ബീട്രൂട്ട് അച്ചാറ്, നല്ല സെറ്റപ്പാണ്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വണ്ടി അവിടെ ഒന്നും ഒരു സ്ഥലത്ത് ഇടാനും പറ്റുള്ളൂ, എല്ലായിടത്തും വെയിലാണ്.